CPM-ന് വൻ ചോദ്യങ്ങളാണ്. ഇടുക്കിയിൽ 4 വാർഡുകളിൽ CPI-യും CPM-ഉം നേർക്കുനേർ. കണ്ണൂരിൽ എതിരില്ലാതെ ജയം കുറഞ്ഞു. ഏകപക്ഷീയമായ ജയം ജനാധിപത്യപരമോ എന്ന ചോദ്യവും ബാക്കി. ഇടുക്കിയിൽ ജില്ലാ ആസ്ഥാനത്ത് 2 വാർഡുകളിൽ CPM CPI-യുമായി കൊമ്പുകോർക്കുന്നു. വാഴത്തോപ്പ് പഞ്ചായത്തിലെ വാർഡ് 7 വാഴത്തോപ്പിൽ CPM-ന്റെ KK രവി ചുറ്റിക അരിവാൾ നക്ഷത്ര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ CPI-യുടെ PT സദാശിവൻ ധാന്യക്കതിരി മരിവാള ചിഹ്നത്തിൽ മത്സര രംഗത്ത് ഉറച്ചു കഴിഞ്ഞു. ഇവിടെ UDF-ന്റെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പുറമെ ഒരു സ്വതന്ത്രനും മത്സരിക്കാനുണ്ട്. 15-ാം വാർഡ് പെരിങ്കാലയിലും ഇതിന്റെ തനി ആവർത്തനമാണ്. ഇവിടെ ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ ടോമി ജോർജ് മത്സരിക്കുമ്പോൾ ധാന്യക്കതിരും അരിവാളും ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ജോർജ് വർഗീസാണ്. UDF-ന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥികൾക്ക് പുറമെ ഒരു സ്വതന്ത്രനും മത്സര രംഗത്തുണ്ട്. പഞ്ചായത്തിൽ CPI പതിവായി മത്സരിക്കുന്ന 6-15 വാർഡുകളിൽ 6 കേരള കോൺഗ്രസ് CPM-ന് നൽകി പകരം 7 ഏറ്റെടുക്കാൻ CPI സമ്മതിച്ചിരുന്നു. ഈ വാർഡുകളിൽ മുന്നണിക്ക് താൽപ്പര്യമുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിനും ധാരണയായിരുന്നു. എന്നാൽ ഇതിന് വിരുദ്ധമായി 15-ാം വാർഡിൽ സ്വന്തം നിലയ്ക്ക് CPI സ്ഥാനാർത്ഥിയെ നിർത്തിയതിനാലാണ് 6-ാം വാർഡിൽ CPM സ്ഥാനാർത്ഥിയെ ഇറക്കിയതെന്നാണ് അണിയറയിൽ സംസാരം. ഇരു മുന്നണികൾക്കും പ്രതീക്ഷയുള്ള വാർഡുകളിൽ CPM-ന്റെയും CPI-യുടെയും നിലവിട്ടുള്ള മത്സരം ഇടതുമുന്നണിയുടെ താളം തെറ്റിച്ചേക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ വട്ടവട പഞ്ചായത്തിലെ 2 വാർഡുകളിൽ CPM CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് ഉറപ്പായി. പഞ്ചായത്തിലെ 8-ാം വാർഡായ കോവിലൂർ സൗത്ത്, പുതുതായി രൂപീകരിച്ച 12-ാം വാർഡായ ഇടമണൽ എന്നിവിടങ്ങളിലാണ് ഇരു പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. രണ്ടിടത്തും കോൺഗ്രസ് BJP സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട്. കോവിലൂർ സൗത്തിൽ കഴിഞ്ഞ തവണയും CPM സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. പുതുതായി രൂപീകരിച്ചതുൾപ്പെടെ 14 വാർഡുകളുള്ള പഞ്ചായത്തിൽ സീറ്റ് വിഭജന ചർച്ചയിൽ തങ്ങൾക്ക് 6 സീറ്റുകൾ വേണമെന്നായിരുന്നു CPI-യുടെ ആവശ്യം. കഴിഞ്ഞ തവണ വിജയിച്ച കടവരി വിട്ടുകൊടുത്ത് ഇത്തവണ 4 സീറ്റുകൾ CPI-ക്ക് നൽകി. എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച കോവിലൂർ വെസ്റ്റ് വേണ്ടെന്ന് വെച്ച് മറ്റ് 6 വാർഡുകളിൽ CPI സ്ഥാനാർത്ഥികളെ നിർത്തി. തർക്കം മൂലം കോവിലൂർ വെസ്റ്റിൽ ഇത്തവണ CPM-നും CPI-ക്കും സ്ഥാനാർത്ഥികളില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ തുടക്കത്തിലെ ചില സീറ്റുകളിൽ CPM ജയം ഉറപ്പിക്കുന്ന ജില്ലയാണ് കണ്ണൂർ. പിൻവലിക്കൽ ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും 3 തദ്ദേശ സ്ഥാപനങ്ങളായി 14 വാർഡുകളിൽ ഇത്തവണ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് സംഘടനയുടെ കരുത്തെന്ന് CPM മേനി പറയുമ്പോൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുണ്ടാക്കിയ വിജയമെന്ന് UDF-ഉം BJP-യും പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18 വാർഡുകളിലെ ഈ എതിരില്ലാ വിജയം ഇത്തവണ 14ലേക്ക് കുറയ്ക്കാൻ UDF-ന് കഴിഞ്ഞെന്ന് മാത്രം. ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഏറെയും LDF-ന്റെ കയ്യിലാണ്. കൈപ്പിടിയിലുള്ള കണ്ണൂർ കോർപ്പറേഷനാണ് UDF-ന്റെ കരുത്ത്. 71 പഞ്ചായത്തുകളിൽ 57 LDF, 14 UDF, 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF 10, UDF 1, 9 നഗരസഭകളിൽ 6 LDF, 3 UDF. ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നതും LDF. പ്രതിപക്ഷ സാന്നിധ്യമില്ലാതെ LDF ഭരിക്കുന്ന ഒരു നഗരസഭയും 2 ബ്ലോക്ക് പഞ്ചായത്തുകളും 10 ഗ്രാമപഞ്ചായത്തുകളും ജില്ലയിലുണ്ട്. BJP ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഇല്ല. 3-ാം പിണറായി സർക്കാരിന് നിലമൊരുങ്ങിയതായി വിളംബരം ചെയ്യാൻ ജില്ലയിൽ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് LDF. കോർപ്പറേഷൻ പിടിച്ചെടുത്താൽ കൊള്ളാമെന്നുമുണ്ട്. പിണറായി സർക്കാരിന്റെ വികസനവും ക്ഷേമ പദ്ധതികളുമാണ് ആയുധം. UDF-നാകട്ടെ കോർപ്പറേഷൻ നിലനിർത്തി ത്രിതല പഞ്ചായത്തുകളിൽ മുന്നേറ്റമുണ്ടാക്കണം. കേരള കോൺഗ്രസ് മുന്നണി വിട്ടതാണ് മലയോര പഞ്ചായത്തുകളിൽ UDF-ന് അധികാരം നഷ്ടപ്പെടുത്തിയത്. വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മേഖലയിലുള്ള അതൃപ്തി ഇത്തവണ അനുകൂലമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള ശ്രമത്തിലാണ് NDA. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ടതിനാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും PP ദിവ്യയെ മാറ്റേണ്ടി വന്നത് CPM-ന് കല്ലുകടിയാണ്. നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളിൽ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഒഴികെ മറ്റാരും CPM-ൽ മത്സരിക്കുന്നില്ല. പയ്യന്നൂർ നഗരസഭയിൽ CPM നിർത്തിയ സ്ഥാനാർത്ഥി പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതും വിനയായി. വിമത സ്ഥാനാർത്ഥികൾ മുന്നണികൾക്ക് തലവേദനയാണ്. പയ്യന്നൂരിൽ പാർട്ടിയിലെ വിഭാഗീയത CPM-നെ അലോസരപ്പെടുത്തുന്നു. വോട്ടർമാരുടെയും വാർഡുകളുടെയും എണ്ണം കൂടിയതും അതിർത്തികൾ മാറിയതുമെല്ലാം അനുകൂലമായും പ്രതികൂലമായും മുന്നണികൾ തരം പോലെ വിലയിരുത്തുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കക്ഷി രാഷ്ട്രീയത്തിനുമപ്പുറം മറ്റ് പരിഗണനകളുടേതുമാണ്. അത് മുന്നണികളുടെ കണക്ക് തെറ്റിച്ചേക്കാം.